ഈ പ്രപഞ്ചം മുഴുവന് മുമ്പിലുണ്ടായിരിക്കെ ഇതിനൊരു പടച്ചോൻ ഇല്ല എന്ന് പറയുന്നതിന്റെ മൗഢ്യം. അപ്പം പറ ഞാൻ കാണില്ലല്ലോ തീ, അവനെ പിടിച്ച് കൊണ്ടേ കാണിച്ചു കൊടുത്താൽ അവന് ബോധ്യപ്പെടും. ഇവിടുന്ന് കണ്ട അവന് തിരിയുന്നില്ല. അങ്ങനത്തെ മനുഷ്യന് ബുദ്ധി ഉണ്ടെന്നോ ഇല്ല നമ്മൾ വിധി എഴുതാ. എന്താ വിധി എഴുതാ? എന്താ വിധി എഴുതാ? ഉണ്ടെന്നാണോ ഇല്ല എന്നാണോ പറയാ? ഒരു സബബ് കണ്ടാൽ അതിന്റെ മുസബ്ബിബുണ്ട്, ഒരു ആക്ഷൻ കണ്ടാൽ അതിനൊരു കോസ് ഉണ്ട്, ഒരു ഇഫക്റ്റ് കണ്ടാൽ അതിനൊരു കാരണമുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല കഴിവ് വല്ല ബുദ്ധിയും വേണോ? ഇവിടെ നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നു, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് വെറുതെ ഉണ്ടായതാ പറയാം. ഒരാൾ ഇവിടെ വെച്ചിട്ടല്ലേ ശബ്ദം കേൾക്കുന്നത്? അപ്പൊ ശബ്ദം അത് വെറുതെ വന്നതാ, പിന്നെ ഒച്ച അത് വെറുതെ വന്നതാണ്. ആരും വേണ്ടത് വെറുതെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധികേടാണോ. ഇതാണ് ഇപ്പൊ ഈ യുക്തിവാദം എന്ന് പറഞ്ഞിട്ട് യുക്തിയുള്ള വാദമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന സംഭവത്തിന്റെ അടിസ്ഥാനം ഇതാണ്. സംഗതി യുക്തിരാഹിത്യമാണ്, യുക്തി ഇല്ലായ്മയാണ്, അല്ലേ? അള്ളാഹു ചാൻ ഇതൊക്കെ പടച്ചിട്ട് ആരാ ഈ മണ്ണൊക്കെ എവിടുന്ന് കൊണ്ടുവരും? ഇതൊക്കെ ഒന്ന് ലോറിയിൽ മണ്ണടിച്ചാൽ മനസ്സിലാവും എത്ര ലോഡ് മണ്ണായി കിടക്കണത്. ഇതൊക്കെ എവിടുന്ന് അള്ളാഹു ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയത്. നമുക്ക് കോരി അപ്പുറത്ത് കൊണ്ടുപോയിടാനേ പറ്റുള്ളൂ. അതില്ലായ്മ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. നമുക്കായിട്ട് ഇല്ലായ്മ ഉണ്ടാക്കാൻ പറ്റുമോ? അതും പറ്റില്ല. മനുഷ്യന്റെ ശരീരം, ഒരു കുഞ്ഞിന്റെ ദേഹം, ഒരു ആടിൻകുട്ടിയുടെ, ഒരു പക്ഷിയുടെ ശരീരം, അതിന്റെ ജീവക കോമ്പോണന്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ സയൻസ് പറഞ്ഞുതരും. എന്നാൽ അതൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ഡോളൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ പറയും നമ്മള് യന്ത്രമനുഷ്യന്മാരുണ്ടാക്കുന്നുണ്ടല്ലോ, ബാറ്ററി തീർന്നോക്കണ്ടേ? ഒരു അനങ്ങൂല. ചാർജ് ചെയ്യേണ്ടതിനൊക്കെ ബാറ്ററി തീർന്ന യന്ത്രമനുഷ്യന് പറയാൻ പറ്റും എന്റെ ചാർജ് പോയി നോക്കളന്ന്, ചാർജ് പ്ലഗ് കുത്തി തരണേ. അത് ജീവുള്ള മനുഷ്യൻ പോയി പ്ലഗ് കുത്തി കൊടുക്കണം. അപ്പോഴേ പിന്നെ മൂപ്പർക്ക് നടക്കാൻ പറ്റുള്ളൂ. റോബോട്ടുകൾക്ക് മനുഷ്യൻ എന്തൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ കഴിവിനോട് ഈ ജീവൻ എവിടെ നിന്ന് കിട്ടി? ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്ന റബ്ബ്, ഇതിന്റെ വലുപ്പത്തിൽ നമ്മളെ ഭൂമി എത്ര വലുതാ ആലോചിച്ച് നോക്കി, എത്ര വലുതാണ്. ഗൂഗിൾ മാപ്പ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഇന്ത്യ നോക്കിയാൽ കേരളം തന്നെ കാണുള്ളൂ. പിന്നെ സൂം ചെയ്താൽ മലപ്പുറം ജില്ല കാണൂല. പിന്നെ സൂം ചെയ്താൽ കൊണ്ടോട്ടി, എന്നിട്ട് വേണം പരിസരത്ത് അരീക്കോടും നമ്മൾ വമ്പാടും ഇടവണ്ണയും മഞ്ചേരിയൊക്കെ തപ്പി നോക്കാൻ. അപ്പോഴേ നമ്മളെ വാക്കാലൂരൊക്കെ കിട്ടുള്ളൂ. എന്നിട്ടൊന്ന് സൂം ചെയ്ത് എത്ര വലുതാണ് അള്ളാഹുവിൻ്റെ ഭൂമി. ഈ ഭൂമിയെക്കാളും 1,00,000 വലുപ്പം കൂടുതലുള്ള സാധനമാണ് സൂര്യൻ എന്ന് പറഞ്ഞ സാധനം. 1,00,000 ഭൂമിയെ സൂര്യന്റെ ഉള്ളിൽ കൊണ്ടുപോയേക്കാൻ പറ്റും. 1,00,000 ഭൂമിയെ, ഇന്ത്യയല്ല, ഭൂമിയെ. അത്ര വലുതാ സൂര്യൻ. ഇങ്ങനത്തെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ലോകമാണ്. ഇതൊക്കെ പടച്ച റബ്ബ് നമ്മളെ ഈ ചെറിയ 2 കണ്ണിന്റെ മുമ്പിൽ വരണം എന്ന് ശാഠ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ അളമത്തിനെ, പടച്ചതമ്പുരാന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തലല്ലാതെ എന്താ? മനുഷ്യന്റെ അഹങ്കാരല്ലേ അത്? എന്റെ കണ്ണുകൊണ്ട് എന്തായി കണ്ണ്? ഭൂതകണ്ണയുടെ അത്ര വലുപ്പുണ്ടോ? ഇല്ല. എന്നിട്ട് പറയാം എന്റെ കണ്ണിൽ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ. ഇതിന് പറയാം നമ്മൾ പേരിട്ട് വിളിക്കുക യുക്തിവാദം. ഞാൻ പറയുന്നത് യുക്തി ഇല്ലാത്ത വാദമാണ്. ഈ ചെടിയും മരങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ടായി. ഒരു സ്രഷ്ടാവുണ്ടായി എന്ന് പറയണ്ടേ? അള്ളാന്ന് പേര് വിളിക്കണ്ട. ഒരു പടച്ചവനുണ്ടെന്ന് പറയണ്ടേ? വെറുതെ ഉണ്ടായിന്ന് പറയാൻ പറ്റുമോ? നത്തിങ് ക്യാൻ കം ഔട്ട് ഓഫ് നത്തിങ്. ഇത് ഏത് കുട്ടിക്കാ തിരിയാത്തത്? ഒരു സാധനം വെറുതെ ഉണ്ടാവില്ല. അവിടെ ഒരു കാരണം വേണം. ആ കാരണമാണ് അള്ളാഹ് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ എന്ത് പേരിട്ടാലും കുഴപ്പമില്ല, ഒരു പടച്ചവനുണ്ടെന്ന് വിശ്വസിക്കണ്ടേ? അത് അടിസ്ഥാനമല്ലേ? ഖുർആൻ ചോദിക്കുകയാണ്, എന്തൊരു വലിയ മൗഢ്യമാണ്. അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ? പടച്ചതമ്പുരാൻ ഇല്ലെന്ന് പറയാണോ? ഖുർആൻ ചോദിക്കുകയാണ്. മനുഷ്യൻ അത് പറയുന്നത് ഭയങ്കര അത്ഭുതല്ലേ? ആ റബ്ബ് തആലയെ, അള്ളാഹുവിനെ കണ്ണുകളെ കൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ല. എന്നാൽ വഹുവ യുദ്രികുൽ അബ്സാർ, കണ്ണുകളെ കീഴ്പ്പെടുത്തുന്നവനാണ് അല്ലാഹു. വഹുവൽ ലതീഫുൽ ഖബീർ. ഹബീബായ നബി തങ്ങൾക്ക് ആ അവിടുത്തെ പരിശുദ്ധമായ ശരീരത്തെ മനുഷ്യരുടെ സ്വഭാവങ്ങളിൽ നിന്ന് മാറി മലക്കൂത്ത് സമായിൽ കൊണ്ടുപോയി മലായിക്കത്തിന്റെ പ്രകൃതങ്ങളെക്കാളും ഉന്നതമായ സ്വഭാവത്തിലേക്ക് ഹബീബിന്റെ ജസദിനെ, നബി തങ്ങളുടെ ജസദിനെ അല്ലാഹു മാറ്റിയതിന് ശേഷമാണ് ബഹറുൻ നൂറിനെ പുറത്തേക്ക് പോകുന്നത്. അതുവരെ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ. അങ്ങനത്തെ നിബിതങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അൽ കുബ്ര, കുബ്രയായ ഒരു ദൃഷ്ടാന്തം നിബിതങ്ങൾ കണ്ടു. റബ്ബ് തആലയെ കണ്ടു എന്ന് പറയുന്നതിൽ എന്താ വിശ്വസിക്കാൻ പ്രയാസമുള്ളത്? ഹബീബായ നിബിതങ്ങൾ അല്ലാഹുവിന്റെ ഹളറത്തിൽ എത്തുന്നത്
ഖദീജ ബീവിയുടെയും അബൂ ത്വാലിബിന്റെയും വഫാത്തിന് ശേഷം ത്വായിഫുകാരെ ഹബീബിനെ കല്ലെറിഞ്ഞോടിച്ച് നബി തങ്ങളുടെ മുമ്പിൽ എല്ലാ അസ്ബാബുകളും മുറിഞ്ഞു പോയതിനു ശേഷം മുസബ്ബിബായ അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് റബ്ബ് തആല ഹബീബിനെ കൊണ്ടുപോയി യാത്രയാണിത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വമാ ജഅൽന റുയല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഇസ്രാ മിഅ്റാജിന്റെ കഥ കേട്ടുകൊണ്ട് 12 ആളുകൾ ഇസ്ലാമിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. 12 ആളുകൾ. എന്തുകൊണ്ട്? അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റൂല. ഇതൊരു സ്വപ്നമായിരുന്നുവെങ്കിൽ, ഇതൊരു ആത്മീയ യാത്രയായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും പരീക്ഷണമുണ്ടോ? സ്വപ്നത്തിൽ നമ്മൾ എവിടൊക്കെ പോകും? സ്വപ്നത്തിൽ എവിടൊക്കെ പോകും? വാക്കാൽ ഇരുന്നിട്ട് നമ്മൾ അമേരിക്ക വരെ പോയി വരൂലേ? വരും. ആരെങ്കിലും എന്തേലും പറയോ? സ്വപ്നല്ലേ, പോകാലോ. പുണ്യനബിതങ്ങൾ അവരോട് പറഞ്ഞിരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോയി എന്നായിരുന്നുവെങ്കിൽ ഇതൊരു ഫിത്നയല്ല, പരീക്ഷണമല്ല. 12 ആള് എന്തിന് ഇസ്ലാം എന്ന് പുറത്തു പോകണം? എന്നാൽ തങ്ങൾ പറഞ്ഞത് അസ്റാബി അബ്ദിഹി, പരിശുദ്ധമായ ശരീരത്തോടെ റൂഹോടെ. ഇതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. ദിസ് ഈസ് നോട്ട് എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ. ഈ ഒരു മഹാത്ഭുതത്തെ ഒരു മുഅ്മിന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. സുബ്ഹാന ആരാണെന്ന് മനസ്സിലായാൽ. അതുകൊണ്ട് അല്ലാഹ് സുബ്ഹാനല്ലദി അസ്റ, ഇത് അല്ലാഹ് ചെയ്ത പണിയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നവർ ഇതിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി, അല്ലാത്തൊരു വയ്ക്കോ. അതുകൊണ്ടാണ് ഈ പരിശുദ്ധമായ സംഭവം ഓരോ വർഷവും നമ്മൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും ആചരിച്ചുകൊണ്ടും അതിന്റെ കഥ പറഞ്ഞും ചരിത്രം പഠിച്ചുകൊണ്ടും നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഭവമാണ്. അല്ലാഹു നേരിട്ടാണ് കൊടുക്കുന്നത്. 5 വക്ത് നിസ്കാരം 50 കൊടുത്തു. ആദ്യം 50 കൊടുത്തു, അത് 5ആയി ചുരുങ്ങി. എന്നാൽ അല്ലാഹുക്ക് ആദ്യമേ 5 കൊടുത്തുകൂടായിരുന്നോ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണമാണ് അവിടെ കാണേണ്ടത്. നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ അള്ളാഹുവിന് ആദ്യം 5 കൊടുത്താൽ പോരായിരുന്നോ? ഇത് മൂസാ നബിയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ 9 തവണ പുണ്യനബി തങ്ങളുടെ യാത്രയുണ്ടായി 5ആയി ചുരുങ്ങുമെന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? പിന്നെ എന്തിനാ അങ്ങനെ സംഭവിച്ചത്? അതിന്റെ മറുപടിയാണ് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആശയം. മുഅ്മിനീങ്ങളെ, വിശ്വാസിനികളെ, ഇസ്ലാമിന്റെ ഒരു നിയമത്തിന് 2 അനുസരണ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. 2 എണ്ണം. 1, ഇത് അള്ളാഹുവിന്റെ നിയമമാണെന്ന് അംഗീകരിക്കണം. 2, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ അത് ചെയ്തു കാണിക്കണം. ഉദാഹരണം, മയക്കുമരുന്ന് പറ്റൂല എന്ന് പറഞ്ഞു, അത് ഹറാമാണ് എന്ന വിഷയം നമ്മൾ അംഗീകരിക്കണം. ഒരാൾ പറഞ്ഞു അതൊക്കെ ഹലാല, വെറുതെ പറയല്ലേ, ഇസ്ലാം ഒന്ന് പുറത്തു പോകും. ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കണം. നേരെ മറിച്ച് ഒരാൾ പറഞ്ഞു എനിക്കിത് നിർത്താൻ പറ്റണില്ല, ഞാൻ നോക്കിക്കോളാം, പക്ഷെ ഞാനിപ്പോ ആ പരിപാടിയിൽ തന്നെയാണ് മുന്നോട്ട് പോണത്, പക്ഷെ അത് ഹറാമൊക്കെ തന്നെയാണ്, എന്നെ കൊണ്ട് പറ്റണില്ല. അവൻ തെറ്റുകാരനായ ഒരു മുഅ്മിനാണ്. മുഅ്മിനുൻ ആസ്വിൻ എന്നാ പറയാ. നേരെ മറിച്ച് ഒരാൾ ഇത് തെറ്റാണെന്ന് അംഗീകരിക്കാതിരുന്നാൽ അയാൾ കാഫിറാണ്, ഇസ്ലാം എന്ന് ഓർത്താണ്. ശറഇന്റെ നസ്സുകൊണ്ട് സ്ഥിരപ്പെട്ട ഒരു സംഭവം ഒരാൾ നിഷേധിച്ച. നിസ്കാരം നിർബന്ധമാണ്. ഒരാൾ പറയും എനിക്ക് നിസ്കരിക്കാനൊന്നും ഇപ്പൊ പറ്റണില്ല, ഞാനിപ്പോ അന്ന് കൊറോണ കാലത്ത് നിർത്തിയത്, അപ്പൊ പിന്നെ തുടങ്ങിയിട്ടില്ല എന്നൊരുത്തം പറയുമ്പോ നിസ്കാരം നിർബന്ധം തന്നെയാണ്, പക്ഷെ എന്റെ മടി കൊണ്ട് എനിക്ക് ആവണില്ല എന്ന് പറഞ്ഞാൽ അവൻ മുഅ്മിനാണ്, തെറ്റുകാരനായ മുഅ്മിനാണ്. നേരെ മറിച്ച് അത് നിർബന്ധമൊന്നുമില്ലടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്. പിന്നെ മുസ്ലിമീങ്ങളുടെ മക്കബറയിൽ പോലും അവരെ മറവ് ചെയ്യാൻ പറ്റൂല. എന്തേ? അള്ളാഹുവിന്റെ ഒരു നിയമത്തെ അവർ നിഷേധിച്ചു. അള്ളാഹു പറഞ്ഞതിനെ അംഗീകരിക്കൽ ആദ്യത്തെ നിർബന്ധമാണ്. പിന്നത്തെ നിർബന്ധമാണ് അത് നടപ്പിലാക്കൽ. പുണ്യനബി തങ്ങളോട് 50 വക്ത് നിസ്കാരം കൊടുക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ഒരിക്കൽ പോലും അള്ളാഹുവേ ഇത് പറ്റൂലട്ടോ, അത് കൂടുതലാ തങ്ങൾ പറഞ്ഞില്ല. 50 നബി തങ്ങൾ സ്വീകരിച്ചു. തലഖീ ബിൽ ഖബൂൽ. ഇത് ഒരു ഇബാദത്തിന് ആദ്യം നമുക്ക് വകവെച്ചു കൊടുക്കേണ്ട നമ്മുടെ അനുസരണയാണ്. അതാണ് ഹബീബാ നബി തങ്ങൾ ചെയ്തത് അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹു പറഞ്ഞു എന്ന് വിചാരിക്കുക, നോ നെഗോസിയേഷൻ, ഇവിടെ ഒരു നിലക്കും വിലപേശാൻ വരരുത്, 50 ആണ്, ചുരുക്കൂല എന്ന് അള്ളാഹു പറഞ്ഞിരുന്നുവെങ്കിൽ ഹബീബായ നബി തങ്ങൾ ചുരുക്കാൻ വേണ്ടി പോകൂലായിരുന്നു. പക്ഷേ തിൽക ഖംസുൻ ബിഖംസീൻ, 50ന്റെ കൂലി തരും നബിയെ 5ആക്കി ചുരുക്കിയിരിക്കുകയാണ്. അപ്പോഴും മൂസാ നബി പറഞ്ഞു, നബിയെ ഒന്ന് പോയി പറഞ്ഞു നോക്കി, 5 പറ്റാത്തവരുണ്ടാവും, ഒരു സുബഹിയും ഇശാവും കണക്കാക്കി തന്നാൽ എത്ര നന്നായിരുന്നു ചിന്തിക്കുന്നവരുണ്ടാവും നബിയെ. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് മൂസാ നബിയോട്, മൂസാ നബിയെ എന്റെ ഉമ്മത്തികൾക്ക് 5 വക്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറയാൻ എനിക്ക് നാണമാകുന്നു.
അതുകൊണ്ട് മതി. അങ്ങനെ കിട്ടിയ നിസ്കാരമാണ്. എന്തേ അത് മാത്രം ആകാശത്തിന് കൊടുത്തത്? സകാത്തും നോമ്പും ഹജ്ജൊക്കെ ഭൂമിയിൽ കൊണ്ടുവന്ന് കൊടുത്ത നിയമമാണ് ജിബ്രീൽ അലൈഹിസ്സലാം. നിസ്കാരം മാത്രമാണ് മേലെന്ന് കൊടുത്തത്. എങ്ങനെ? അള്ളാഹും ഹബീബും ഫേസ് ടു ഫേസ് നിൽക്കുന്ന സമയത്ത് കൊടുത്ത അള്ളാഹുവിന്റെ സമ്മാനമാണ് നിസ്കാരം. എന്താ അതിന്റെ പൊരുളെന്നറിയോ? നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോലെ ഒരനുഭവം നമുക്ക് വേണം. നിസ്കാരം മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ്. അള്ളാഹിന്റെ മുമ്പൊക്കെ എത്താതെ ഇങ്ങനെ എന്തെങ്കിലും ചൊല്ലിപ്പറഞ്ഞ് കുത്തിമറിഞ്ഞ് നീച്ചു പോന്നാൽ ഇതിനൊക്കെ കൂലി കിട്ടുമെന്ന് പറഞ്ഞാൽ അല്ലാഹു അലം. ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ലൈസ ലിൽ അബ്ദി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ ഫഖഹ മിൻ ഇല്ലാ മാ അഖല മിൻ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ നിസ്കാരത്തിൽ നിന്ന് കൂലി കിട്ടുന്നത് അവൻ എത്രയാണോ അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചത് ആ സെക്കൻഡുകൾക്ക് മാത്രമേ കൂലി ഉണ്ടാവുള്ളൂ. പിന്നെ ഇങ്ങനെ നിസ്കരിച്ചു എന്ന് പറയും. ജോലിക്ക് വന്നിട്ടുണ്ടോ? ആ ഒപ്പിട്ട് വന്നിട്ടുണ്ട്. പണിയെടുത്തിട്ടുണ്ടോ? പ്രൊമോഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് മുതലാളി അറിഞ്ഞാൽ കൂലിയും കിട്ടൂല. ചില വളവന്മാരുണ്ടല്ലോ ഒപ്പിട്ട് പോരാ, പിന്നെ കഴിയാൻ നേരത്തെ അടുത്ത് ഒപ്പിട്ട് പോരും. ഇതിൻ്റെ ഇടക്ക് വേറെ ഇല്ലെങ്കിലും ഇറങ്ങിത്തിരിഞ്ഞ് പോകുന്നതായിരിക്കും. എന്ന പോലെ നിസ്കരിച്ചോന്ന് ചോദിച്ചാൽ നിസ്കരിച്ചു, കൂലിയുണ്ടോ? അള്ളാഹിനെ പറ്റി ആലോചിച്ച സെക്കൻഡുകൾ എത്രയാണ്, അതിനെ കൂലി ഉണ്ടാവില്ല. അല്ലാത്ത നിസ്കരിച്ചോ നിസ്കരിച്ചു. അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തോന്നലും തോന്നിയിട്ടില്ലേ? ഇത്രയും കാലം നിസ്കരിച്ചിട്ട് ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്ന് പറയാം. അള്ളാഹിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധം വരുന്നിടത്താണ് നിസ്കാരം. നിസ്കാരമാണ് ഇത് അള്ളാഹിന്റെ മുമ്പിൽ വെച്ച് അള്ള കൊടുത്തതാണ്. എന്തിനെന്നറിയോ? നിസ്കാരം റബ്ബിന്റെ മുമ്പിലായിട്ട് ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ടാണ് ആകാശലോകത്ത് നിസ്കാരം കൊടുത്തത്. ഭൂമിയിൽ നിന്ന് കൊടുക്കാത്ത പറ്റാത്തത് കൊണ്ടല്ല. ഇത് റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ